ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായൊരു പേപ്പറാണ്. പേപ്പർ യൂസ് ചെയ്യാം, ചാർട്ട് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് എന്താണോ യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാനിത് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നമ്മൾ ചാർട്ടിൽ ഇനി ഇത് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇതാണ് സംഭവം. ഇത് നമ്മൾ കുറച്ചുകൂടെ ഭംഗിക്ക് ചെയ്യാം. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 11 സെൻറ്റിമീറ്റർ ലെങ്ത്, ദാറ്റ് ഈസ് ലെങ്തും ബ്രെഡ്ത്തും 11 സെൻറ്റിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ എഡ്ജുകൾ എവിടെയെങ്കിലും കൃത്യം 11 ആയിരിക്കണം കേട്ടോ വരേണ്ടത്. എഡ്ജുകളൊക്കെ കറക്റ്റ് ആണോ നോക്കണേ. ഓക്കെ, ഇങ്ങനെ മടക്കി അതിനുശേഷം ഇങ്ങനെ ഒരു മടക്കുക. ഓക്കെ, ഇങ്ങനെ 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 ഒരു മടക്ക്. അതിനുശേഷം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള മടക്ക് തന്നെ വേണേ. നമ്മൾ കറക്റ്റായിട്ട് മടക്കണം. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പോൾ നമ്മൾ ഈ പോർഷൻ, ദാറ്റ് ഈസ് ഇതിന് കട്ടായിരിക്കുന്ന പോർഷൻ എടുക്കരുത്. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കും, എങ്ങനെയും വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ വരച്ചതിന് ശേഷം ഏകദേശം ഈ ഒരു പാർട്ട് വേണം വരയ്ക്കാനേ. അങ്ങനെ ഏകദേശം തന്നെ ഇങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് ഇതാണ് സംഭവം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ പഴയ പൊസിഷനിലോട്ട് ഒന്നുകൂടെ മടക്കണേ. ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. ഓപ്പോസിറ്റിലും ഇതുപോലെ തന്നെ ചെയ്യണേ. ഇവിടെ നിന്നും ഇങ്ങനെ ലൈൻസ് കൊടുത്തതിന് ശേഷം ഈ എഡ്ജ് പോയിന്റിൽ നിന്ന് നമ്മളതിനെ നല്ല ഭംഗിക്ക് കട്ട് ചെയ്യണേ. കട്ട് ചെയ്ത് കീറിക്കളയില്ലേ എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ വരച്ച അത്രയും പോർഷനെ കട്ട് ചെയ്യും, താഴോട്ട് കട്ട് ചെയ്യില്ലേ. നമുക്ക് വേണം. ഓക്കെ, ഇങ്ങനെ വരുത്തി ഇവിടെ വരെ നിർത്തുക. ഓക്കെ, അതിനുശേഷം ഈ പോർഷനും അതുപോലെ കട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് നമ്മളതുപോലെ എഡ്ജ് പോയിന്റ് പിടിക്കുക. അയ്യോടാ ഗായ്സ്, അപ്പം ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ട്രിക്കി വ്ളോഗ് എന്നാണ് ഗായ്സ്. അധികം സപ്പോർട്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പം നിങ്ങളൊക്കെ എന്താണെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം കൊണ്ടും ഞങ്ങളെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം ഗായ്സ്. ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്തു തരുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ. ബെൽ ബട്ടൺ ഇടുമ്പോൾ ആളിടാൻ ശ്രദ്ധിക്കുക. സോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സെറ്റ് ലുക്കാണ്. കാണിച്ചു തരാം ഗൈസ്. ഇത്തിരി ടഫാണ് ഈ സാധനം, തുറന്ന് കീറി പോവില്ല. ഇതാണ് നമ്മളെ സംഭവത്തിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? ഓക്കെ, ഇനി ഈസിയാണ് സംഭവം. നമ്മൾ നമ്മുടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഗം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് ഫെവിക്കോളാണ്. ഇവിടെ കുറച്ച് തേച്ചതിന് ശേഷം നമ്മളിത് ഈ ഒരു പോർഷനിലോട്ട് അധികം ചപ്പിക്കല്ലേ, കുറച്ച് അതിങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിൽ ആണ് ഒട്ടിക്കാൻ. കുറച്ച് പശ കൂട്ടി എടുത്തോണം, പിന്നീട് ഇളകി പോകാൻ. എല്ലാവരും ചോദിക്കുന്നുണ്ടാവും നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്. നമ്മുടെ ലൊക്കേഷൻ ട്രിവാൻഡ്രം
ഇരുത്തല മൂല സൈഡിലായിട്ടാണ്. സ്റ്റിക്ക് ചെയ്യുക. 5 മിനിറ്റ്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. എഡ്ജുകൾ ഫുള്ള് നന്നായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പീസ് കൂടെ വേണം. ഇതിപ്പം നമ്മളത് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതിങ്ങനെ കമത്തി വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തോട്ട് നമ്മൾ ഗമ്മ് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ സാധനം നന്നായിട്ട് അതിലോട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ഈ ഇതളിൻ്റെ ഈ ഭാഗത്തായിട്ട് മറ്റേ ഇതൾ വരുന്ന രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ പൊന്തി ഇരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ അത് കുളമായി ചളവാകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളിതാണ് പുറത്തുള്ള ഭാഗം. ഇത് പുറം. ഓക്കെ, നമ്മൾ നടുക്കായിട്ട് ജസ്റ്റ് ഞാൻ ചെറിയൊരു പച്ച, ദാറ്റ് ഈസ് ഒരു ഡാർക്ക് പച്ച കളറിലൊരു സംഭവം ഒന്ന് സ്റ്റിക്ക് ആക്കണുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു വാൾ ഹാങ്ങിങ്. ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കറക്കിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ നമ്മളിവിടെ വാളിലിങ്ങനെ തൂക്കിയിടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് എന്തിനെങ്കിലും വാളിൽ ഇങ്ങനെ തൂക്കിയിടുക. ഓക്കെ, സോ ഇതുപോലുള്ള ഐഡിയാസിനും ക്രാഫ്റ്റ് വർക്ക്സിനും വേണ്ടി ഇനിയും നമ്മുടെ ട്രിക്കി വ്ലോഗ് എന്ന ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.